ഗൈസ് കുറെ പേര് ചോദിക്കുന്നുണ്ട് കോളേജിൽ ഫ്രീഡം ഉണ്ടോ നമുക്ക് ഇറങ്ങാൻ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൈസ് അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. സോ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കും. എന്നിട്ട് അറിയാം കോളേജിൽ ഫ്രീഡം ഉണ്ടോ അതോ സ്ട്രിക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ആദ്യത്തെ കാര്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഗൈസ്, ക്ലാസ് ആർക്കും വേണമെങ്കിൽ കോളേജ് പോലല്ല സ്കൂള് പോലെയല്ല കോളേജ്. സ്കൂളാണെങ്കിൽ എന്തുവാ 10 മണിക്ക് 9:30 കയറണം. പിന്നെ ഇന്ന് എത്ര 6 മണിക്കൂർ ക്ലാസ് ഉണ്ടല്ലേ, 6 മണിക്കൂർ 6 പീരീഡ് ക്ലാസ് ആണ് ഉള്ളത്. അതും കൂടാതെ യൂണിഫോം ഉണ്ട്, ID കാർഡ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സ്കൂൾ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ എക്സാം, ടെസ്റ്റ് പേപ്പർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഗൈസ്. അതിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നോർമലി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് കോളേജിൽ ഫ്രീഡം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കട്ട് ചെയ്യാം. സുഖം, ക്ലാസ് കട്ട് ചെയ്ത് നമുക്ക് എവിടെയും പോവാം അല്ലേ ഗൈസ്. ഒന്നാമത്തെ കാര്യം അതാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ക്ലാസ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. അത് കറങ്ങാനോ ഒറ്റയ്ക്ക് പോകണ്ട, ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് നമുക്ക് കറങ്ങാൻ പോവാം. ഫ്രണ്ട്സായിട്ട് പോയി ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാം, പുറത്ത് പോയിട്ട് മന്തി കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഏത് ക്ലാസ് ആയാലും, ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് ക്ലാസ് ആയാലും, സെക്കൻഡ് പീരീഡ് ക്ലാസ് ആയാലും, തേർഡ് പീരീഡ് ക്ലാസ് ആയാലും, ഏത് ക്ലാസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ചുമ്മാ വെറുതെ ഇരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാം. പിന്നെ ഹോസ്റ്റലിൽ പോയി കിടന്ന് ഉറങ്ങാം, ഫ്രണ്ട്സിൻ്റെ വീടുണ്ടെങ്കിൽ അവിടെ പോയി കിടന്ന് ഉറങ്ങാം. സോ ഇതൊക്കെ വലിയ ഫ്രീഡമാണ് കേട്ടോ. നമുക്ക് ഇതൊന്നും സ്കൂളിൽ പറ്റൂല, കോളേജിൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയും പോവാം. സിനിമയ്ക്ക് പോവാം, ഫ്രണ്ട്സായിട്ട് സിനിമയ്ക്ക് പോവാം, കപ്പിൾസായിട്ട് സിനിമയ്ക്ക് പോകാം. പിന്നെ എവിടെയും പോവാം, കറങ്ങാൻ പോവാം. അറിയാമല്ലോ നിങ്ങൾക്ക്, സ്കൂളാണെങ്കിൽ യൂണിഫോം ഉണ്ട്, അങ്ങനെയുള്ള കാര്യമുണ്ട്. യൂണിഫോം ഊരിയിട്ടിട്ട് വേണം പിന്നെ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുമ്പം കാണാനും കറങ്ങാൻ പോകാനും അല്ലേ. അപ്പോൾ കുറേ പേര് സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് വരുന്നവരാണല്ലോ, അവരൊക്കെ നോർമലി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ യൂണിഫോം ഒക്കെ ഊരി കളഞ്ഞിട്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കറങ്ങാൻ പോയവരും തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കണ്ടവരൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. സോ സൊല്ലാൻ പോയവരൊക്കെ ഉണ്ട്. സോ അതിലും കുറച്ച് വ്യത്യാസമാണ് കോളേജ് ലൈഫിൽ. ഇപ്പം TKM കോളേജിലാണ് ഞാൻ പഠിച്ചത്, അവിടുത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള കോളേജിലൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ കോളേജിൽ TKM കോളേജിൽ വരുവാണെങ്കിൽ യൂണിഫോം ഇല്ല, ആർക്കും യൂണിഫോം ഇല്ല. ഇനിയിപ്പം ഫുള്ളി ഓട്ടോണമസ് ആയി ഇനി യൂണിഫോം വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ യൂണിഫോം ഇല്ല. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, എൻജോയ് ചെയ്യാം. ബെസ്റ്റ് കോളേജാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോളേജാണ് കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എവിടെ വേണമെങ്കിലും കറങ്ങാൻ പോവാം, കിടന്നുറങ്ങാം, ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ പോവാം, ക്ലാസ് കട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ എക്സാമൊക്കെ എഴുതാതിരിക്കാം, സീരിയസ് എക്സാമൊക്കെ വേണമെങ്കിൽ എഴുതാതിരിക്കാം, സെം എക്സാമും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാതിരിക്കാം. അത് സീനൊന്നുമില്ല. ആരും ചോദിക്കും എന്തുകൊണ്ടാണ് എഴുതാൻ എന്ന് ചോദിക്കും. പിന്നെ എല്ലാം ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിയേറ്ററിൽ പോയി സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ പോകുമ്പം ഉള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീഡമാണ് എന്ന് വെച്ചാൽ, ഇത് ഫുൾ ഫ്രീഡം. നിങ്ങൾക്ക് കോളേജ് പറഞ്ഞാലേ ഫ്രീഡമാണ് എന്നുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രീഡം ഒന്നും അല്ല കോളേജ് കയറുമ്പോൾ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു, അത് ആർക്കും വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്കായാലും കട്ട് ചെയ്യാം, നിങ്ങൾക്കായാലും കട്ട് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ഈ ഒരു സെം എക്സാം ഉണ്ട് നമ്മുടെ. മൊത്തം 8 സെമ്മാണല്ലോ BTech എഞ്ചിനീയറിംഗ്, മൊത്തം 8 സെമ്മാണ്. ആ സെമ്മിൻ്റെ ഇടയ്ക്ക് 2 സീരീസ് എക്സാം ആയിരിക്കും വരുന്നത്. അതും 50 മാർക്കിനുള്ള സീരീസ് എക്സാമാണ് വരുന്നത്. അങ്ങനെ ആ എക്സാം വരാറുണ്ട്. പിന്നെ ഈ സെം എക്സാം എഴുതണമെങ്കിൽ ഒരു കാര്യമുണ്ട്, അറ്റൻഡൻസ് വേണം. നിങ്ങൾ കറങ്ങാൻ പോയി, എല്ലാ ദിവസവും കറങ്ങാൻ പോയി അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റൂല. അത്രേ ഉള്ളൂ. എക്സാം എഴുതാൻ പറ്റൂല. കൂടാതെ ഫൈൻ അടയ്ക്കണം, പിന്നെ കണ്ടണേഷൻ ചെയ്യണം. കണ്ടണേഷൻ വെച്ചാൽ, നമ്മളിപ്പം ഏതെങ്കിലും സബ്ജക്റ്റ് മാർക്ക് കുറവാണെങ്കിൽ ആ കണ്ടണേഷൻ 2 ചാൻസേ ഉള്ളൂ. 2 ചാൻസ് വെച്ച് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഒരു ചാൻസ് എടുത്തെന്ന് വെച്ചോ, ഫസ്റ്റ് സെമ്മിൽ ഒരു 3-4 സബ്ജക്റ്റിന് അറ്റൻഡൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടണേഷൻ കൊടുത്ത് ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റൂടെ വെച്ച് കൊടുത്താൽ അത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും.
രണ്ടാമത്തെ സെമ്മിലും സെയിം അവസ്ഥ. 4 സബ്ജക്റ്റോ അല്ലെങ്കിൽ 3 സബ്ജക്റ്റോ എത്ര സബ്ജക്റ്റ്, ഒരു സർട്ടിഫിക്കറ്റിൽ എത്ര സബ്ജക്റ്റും കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾ 2, 3, 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് കണ്ടിന്യൂഷൻ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കൊടുക്കാൻ പറ്റും. കണ്ടിന്യൂഷൻ കൊടുക്കാനുള്ള വലിയ വള്ളി എന്ന് വെച്ചാൽ 4 പേര് സൈൻ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, പഠിപ്പിക്കുന്ന അഡ്വൈസർ സൈൻ ചെയ്യണം, HOD സൈൻ ചെയ്യണം, പ്രിൻസിപ്പൾ സൈൻ ചെയ്യണം, പിന്നെ ഒരു മിസ്സൂടെ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചത് ആ മിസ്സും സൈൻ ചെയ്യണം. ഈ 4 പേര് സൈൻ ചെയ്ത് കിട്ടിയാലേ അത് അപ്രൂവ് ആകത്തുള്ളൂ. കുറച്ച് വള്ളി കേസാണ്. നിങ്ങൾ എൻജോയ് ചെയ്തോ, പക്ഷേ അറ്റൻഡൻസ് കുറഞ്ഞുള്ള വള്ളി കേസാണ് ഈ കണ്ടിന്യൂഷൻ പറയുന്നത്. ഞാൻ 2 എണ്ണം കൊടുത്തതാണ്, എൻ്റെ നോർമലി 2 എണ്ണം തീർന്നു. ഞാൻ മൂന്നാമത്തേക്ക് ആയപ്പം മൂന്നാമത്തെ കണ്ടിന്യൂഷൻ വന്ന്. സോ സത്യം പറഞ്ഞാൽ എനിക്കെന്തോ ചിക്കൻ ബോക്സും കാര്യങ്ങളൊക്കെ അന്ന് അടിച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് അറ്റൻഡൻസ് ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 2 കണ്ടിന്യൂഷൻ ഞാൻ ഓൾറെഡി കൊടുത്തു. പിന്നെ മൂന്നാമത്തോടെ വന്നപ്പോൾ ഞാൻ പിന്നെ മിസ്സിനെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് മിസ് എനിക്ക് ഓൾറെഡി അറ്റൻഡൻസ് ഒക്കെ എനിക്ക് ഒരുവിധം ഇട്ട് തന്നു, എനിക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ. പിന്നെ ഞങ്ങളിപ്പം KTU സിലബസ് ആണല്ലോ, നിങ്ങളിപ്പം ഓട്ടോണോമസാണ് പഠിക്കുന്നത്. സോ ആ ഒരു അറ്റൻഡൻസും കാര്യങ്ങളും നിങ്ങൾ നോക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഞാൻ പറഞ്ഞല്ലോ, എക്സാം യൂണിഫോം ഒന്നും ഇല്ല, കറങ്ങാൻ പോകാൻ, തിയേറ്ററിൽ പോകാം, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും, ഇതേ ഉള്ളൂ. പിന്നെ അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. 2 ചാൻസേ ഉള്ളൂ. 2 ചാൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫൈൻ അടയ്ക്കണമായിരിക്കും, പിന്നെ എന്തെങ്കിലും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കാണും. സോ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തോ, പക്ഷേ ക്ലാസ്സിൽ കയറി അറ്റൻഡൻസ് എടുക്കണം. അറ്റൻഡൻസ് മസ്റ്റാണ്. 100% 75% വേണം ഒരു സെം എക്സാം എഴുതാൻ. ഒരു സബ്ജക്റ്റിന് 75% വേണം, എന്നാലേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. നിങ്ങൾ മിനിമം ഒരു 80 ആക്കി വെക്കണം. എന്നുവെച്ചാൽ അത്രയല്ല, ഒരു 90 85 ആക്കി മിനിമം ആക്കി വെക്കണം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് പനി പിടിച്ച് എന്തെങ്കിലും കടന്നു പോയാൽ ഈ അറ്റൻഡൻസ് എല്ലാം ഡൗൺ ആയി പോകും. മനസ്സിലായോ? എന്തെങ്കിലും ഒരു മിനിമം അറ്റൻഡൻസ് എപ്പോഴെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ആപ്പുണ്ട്, TKMC ET ലാബ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ കയറി കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും, സംഭവം എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അന്നേരം നിങ്ങൾ ET ലാബിൽ വഴി നമുക്ക് നോക്കാൻ പറ്റും അറ്റൻഡൻസ് എത്രയായി, ഓരോ ദിവസത്തെ അറ്റൻഡൻസ് മിസ് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. അറ്റൻഡൻസ് ഒക്കെ നോക്കി നമുക്ക് ലീവൊക്കെ എടുക്കാൻ പറ്റും. സോ നിങ്ങൾ അറ്റൻഡൻസ് നോക്കി വേണം ഈ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, തിയേറ്ററിൽ പോകാനും സൊള്ളാൻ പോകാനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, എന്നുവെച്ചാൽ അനുഭവം കൊണ്ട് പറയുക, അല്ല വേറൊന്നുമല്ല. നിങ്ങളും ഇതുപോലെ ആവാതിരിക്കുക എന്ന് നോക്കൂ. പക്ഷെ ആരും പറഞ്ഞു തരത്തില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ നടക്കും, ഫ്രണ്ട്സുമായിട്ട് കോളേജ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക, കറങ്ങാൻ പോകണം എന്ന് ഞാൻ പറയുന്നില്ല. കറങ്ങാൻ പോകണം, എൻജോയ് ചെയ്യണം, പക്ഷെ അറ്റൻഡൻസോടെ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ എക്സാം ടൈം ആകുമ്പം രജിസ്ട്രേഷൻ ഒക്കെ വരുമല്ലോ, അതൊക്കെ കൃത്യമായ ടൈമിൽ തന്നെ ചെയ്യണം. പിന്നെ സീരിയസ് എക്സാമിന്റെ കാര്യം പറഞ്ഞല്ലോ, സീരിയസ് എക്സാം ആണെങ്കിൽ 2 സീരിയസ് എക്സാം വരുന്നത്. ഇതിന് മിനിമം ഇന്റേണൽ ഉണ്ടായാലേ സെം എക്സാം പാസ് ആവത്തുള്ളൂ. സെം എക്സാം ഇപ്പൊ ഇന്റേണൽ കുറവാണെങ്കിൽ സെം എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റാഗിങ്, പിന്നെ ഹോസ്റ്റൽ ഫുഡ് എങ്ങനെയുണ്ട്, പിന്നെന്താ കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്, കോളേജിൽ കയറി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നുള്ള അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഇത് മസ്റ്റായിട്ട് നോട്ടീസ് ചെയ്യുക. അറ്റൻഡൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലാസ്സിൽ കയറിയ അറ്റൻഡൻസ് മസ്റ്റായിട്ട് വേണം. അത് 75% അറ്റൻഡൻസ് വേണം. ഓക്കെ, നിങ്ങൾ അത് മാത്രം നോക്കിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനും എൻജോയ് ചെയ്യാനും. ഓക്കെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കയറി വരുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാവും, നമുക്ക് അവിടെ പോകണം, കറങ്ങാൻ പോകണം, ഫ്രണ്ട്സായിട്ട് ചില്ലായി പോകണം, ഫുഡ് കഴിക്കാൻ പോകണം. ഇതിനെല്ലാം പോയി കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ മാത്രമേ അറ്റൻഡൻസ് ഇല്ലാതെ ഇരിക്കത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറ്റൻഡൻസ് കാണും. സോ നിങ്ങൾ അറ്റൻഡൻസ് നോക്കിയിട്ട് വേണം ബാക്കി എല്ലാ പരിപാടിക്ക് പോകാൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ നമുക്ക് റാഗിങ്ങിനെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. കമൻറ്റ് വഴി എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കോളേജ് ടീംസ് ആരെങ്കിലുമൊക്കെ കാണാറുണ്ടെങ്കിൽ അവർ റിപ്ലൈ തരുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ടോമി എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.